30/4/24. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ കണക്ക് ചെക്ക് ചെയ്യൂ. മുഴുവൻ ദിവസത്തിലും ബാബയെ എത്ര സമയം ഓർമ്മിച്ചു? ഏതെങ്കിലും തെറ്റ് ചെയ്തില്ലല്ലോ. കാരണം നിങ്ങൾ ഓരോരുത്തരും വ്യാപാരിയാണ്. ചോദ്യം: ഏതൊരു പ്രയത്നം അന്തർമുഖിയായി ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ അപാര സന്തോഷം നിലനിൽക്കും? ഉത്തരം: ജന്മജന്മാന്തരങ്ങളിൽ എന്തെല്ലാം ചെയ്തുവോ, എന്താണോ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അവയെല്ലാത്തിൽ നിന്നും ബുദ്ധിയോഗം മാറ്റി സദോ പ്രധാനം ആകുന്നതിനായി ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കൂ. 4 ഭാഗത്തു നിന്നും ബുദ്ധി മാറ്റി അന്തർമുഖിയായി ബാബയെ ഓർമ്മിക്കൂ. സർവീസിൻ്റെ തെളിവ് നൽകൂ. അപ്പോൾ അപാര സന്തോഷം നിലനിൽക്കും. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ ഇതറിയുന്നുണ്ട്. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ പിതാവ് പരിധിയില്ലാത്ത പിതാവാണ്. ആത്മീയ കുട്ടികളും പരിധിയില്ലാത്ത കുട്ടികളാണ്. ബാബയ്ക്ക് സർവ്വ കുട്ടികളുടെയും സദ്ഗതി ചെയ്യേണ്ടതുണ്ട്. ആരിലൂടെ? ഈ കുട്ടികളിലൂടെ വിശ്വത്തിൻ്റെ സദ്ഗതി ചെയ്യേണ്ടതുണ്ട്. മുഴുവൻ വിശ്വത്തിലെ കുട്ടികളും ഇവിടെ വന്ന് പഠിക്കുന്നില്ല. പേര് തന്നെ ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ്. സർവരുടെയും മുക്തി ഉണ്ടാവുക തന്നെ വേണം. മുക്തി എന്ന് പറയാം, ജീവൻ മുക്തി എന്ന് പറയാം. മുക്തിയിൽ പോയ ശേഷവും എല്ലാവർക്കും ജീവൻ മുക്തിയിൽ വരിക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ പറയാം: എല്ലാവരും ജീവൻ മുക്തിയിൽ വരുന്നു വയ മുക്തിധാമം. ഒന്നിനു പിന്നാലെ ഒന്നായി വരിക തന്നെ വേണം പാർട്ട് അഭിനയിക്കുവാൻ. അതുവരെയും മുക്തിധാമത്തിൽ സ്ഥിതി ചെയ്യേണ്ടി വരുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചും മനസ്സിലായി കഴിഞ്ഞു. ഈ മുഴുവൻ രചനയും അനാദിയാണ്. രചയിതാവ് ഒരേ ഒരു ബാബയാണ്. ഈ ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവരും പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. എപ്പോഴാണോ കുട്ടികൾക്ക് അറിയാൻ കഴിയുന്നത്, അപ്പോൾ അവർ തന്നെ വന്ന് യോഗം പഠിക്കുന്നു. ഭാരതത്തിന് വേണ്ടി തന്നെയാണ് ഈ യോഗം. ബാബ വരുന്നതും ഭാരതത്തിലാണ്. ഭാരതവാസികളെ തന്നെയാണ് ഓർമ്മയുടെ യാത്ര പഠിപ്പിച്ച് പാവനമാക്കുന്നത്, നോളജും നൽകുന്നത്. ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു, ഇതും കുട്ടികൾ അറിയുന്നുണ്ട്. രുദ്രമാലയുമുണ്ട്. അത് പാടപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നു, സ്മരിക്കപ്പെടുന്നു. ഭക്തമാലയും ഉണ്ട്. ഉയർന്നതിലും ഉയർന്ന ഭക്തരുടേതാണ് മാല. ഭക്തമാലയ്ക്ക് ശേഷം ഉണ്ടാകേണ്ടതാണ് ജ്ഞാനമാല. ഭക്തിയും ജ്ഞാനവും ഉണ്ടല്ലോ. ഭക്തമാലയുമുണ്ട്, രുദ്രമാലയുമുണ്ട്. പിന്നീട് റൂണ്ട് മാല എന്ന് പറയുന്നു. കാരണം ഉയർന്നതിലും ഉയർന്ന മനുഷ്യ സൃഷ്ടിയിലാണ് വിഷ്ണു. അതിനെ സൂക്ഷ്മവതനത്തിൽ കാണിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവ് ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ മാലയുമുണ്ട്. ഒടുവിൽ ഈ മാല തയ്യാറാകും. അപ്പോൾ തന്നെയാണ് ആ രുദ്രമാലയും വിഷ്ണുവിൻ്റെ വൈജയന്തി മാലയും തയ്യാറാകുന്നത്. ഉയർന്നതിലും ഉയർന്നതാണ് ശിവ് ബാബ. പിന്നെ ഉയർന്നതിലും ഉയർന്നതാണ് വിഷ്ണുവിൻ്റെ രാജ്യം. ശോഭയ്ക്ക് വേണ്ടി ഭക്തിയിൽ എത്ര ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ജ്ഞാനം ഒന്നും തന്നെയില്ല. നിങ്ങൾ ഏത് ചിത്രം ഉണ്ടാക്കുന്നുവോ അതിൻ്റെ തിരിച്ചറിവ് നൽകണം. അപ്പോൾ മനുഷ്യർ മനസ്സിലാക്കട്ടെ. അല്ലാത്ത പക്ഷം ശിവനെയും ശങ്കരനെയും കൂട്ടിച്ചേർക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. സൂക്ഷ്മവതനത്തിലും മുഴുവൻ സാക്ഷാത്കാരത്തിൻ്റെ കാര്യമാണ്. എല്ലും മാംസവും അവിടെ ഉണ്ടായിരിക്കുന്നില്ല. സാക്ഷാത്കാരം കാണുന്നു. സമ്പൂർണ്ണ ബ്രഹ്മാവുമുണ്ട്. എന്നാൽ അത് സമ്പൂർണവും അവ്യക്തവുമാണ്. ഇപ്പോഴുള്ള വ്യക്ത ബ്രഹ്മാവിന് അവ്യക്തം ആകേണ്ടതുണ്ട്. വ്യക്തം തന്നെയാണ് അവ്യക്തം ആകുന്നത്. അതിനെ ഫരിഷ്ത എന്നും പറയുന്നു. അതിൻ്റെ ചിത്രം സൂക്ഷ്മവതനത്തിൽ വച്ചിരിക്കുന്നു. സൂക്ഷ്മവതനത്തിലേക്ക് പോകുന്നു. ബാബ ഫ്രൂട്ട് ജ്യൂസ് കുടിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ വൃക്ഷമോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. വൈകുണ്ഠത്തിലാണുള്ളത്.
എന്നാൽ വൈകുണ്ഠത്തിൽ നിന്നും കൊണ്ടുവന്ന് കുടിപ്പിക്കുന്നുണ്ടാകും എന്നൊന്നുമല്ല. ഇതെല്ലാം സൂക്ഷ്മവദനത്തിലെ സാക്ഷാത്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്, തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്, ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. ഞാൻ ആത്മാവ് അവിനാശിയാണ്, ഈ ശരീരം വിനാശിയാണ്. ആത്മാവിൻ്റെ ജ്ഞാനവും കുട്ടികളായ നിങ്ങളിലുണ്ട്. അവരാണെങ്കിൽ ആത്മാവ് എന്താണ് എന്നത് അറിയുന്നില്ല. എങ്ങനെയാണ് അതിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നത് എന്നതും അവർക്ക് അറിയില്ല. ഈ നോളജ് കേവലം ബാബ തന്നെയാണ് നൽകുന്നത്. തൻ്റെയും നോളജ് നൽകുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനവും ആക്കുന്നു. ഈ ഒരു പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവാണ്. ഇപ്പോൾ പരമാത്മാവുമായി യോഗം യോജിപ്പിക്കണം. സർവശക്തിവാൻ പതീത പാവനൻ എന്ന് ഒരു ബാബയെ തന്നെയാണ് പറയുന്നത്. സന്യാസിമാർ പറയുന്നു, പതീത പാവന വരൂ. ചിലരാണെങ്കിൽ ബ്രഹ്മത്തെയും പതീത പാവനൻ എന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഭക്തിയുടെയും ജ്ഞാനം ലഭിക്കുന്നു. ഭക്തി എത്ര സമയം നടക്കുന്നു, ജ്ഞാനം എത്ര സമയം നടക്കുന്നു, ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മുൻപ് ഒന്നും അറിയാമായിരുന്നില്ല. മനുഷ്യനായിട്ട് തുച്ഛബുദ്ധി ആയിരിക്കുകയാണ്. സത്യയുഗത്തിൽ തീർത്തും സ്വച്ഛബുദ്ധിയായിരുന്നു. അവരിൽ എത്ര ദൈവിക ഗുണങ്ങളുണ്ടായിരുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ദൈവിക ഗുണവും തീർച്ചയായും ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇവർ ദേവതയെ പോലെയാണ് എന്ന് പറയാറുണ്ടല്ലോ. സാധു സന്യാസിമാരെയും മഹാത്മാക്കളെയും ലോകർ മാനിക്കുന്നു. എന്നാൽ അവർ ദൈവിക ബുദ്ധിയല്ല, രജോഗുണി ബുദ്ധിയാകുന്നു. രാജാവും റാണിയും പ്രജയും ഉണ്ടല്ലോ. രാജധാനി എപ്പോൾ എങ്ങനെ സ്ഥാപിതമാകുന്നു, ഇത് ലോകം അറിയുന്നില്ല. ഇവിടെ നിങ്ങൾ എല്ലാം പുതിയ കാര്യങ്ങളാണ് കേൾക്കുന്നത്. മാലയുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ബാബ. ആ ഒന്നിൻ്റെ മാല മുകളിലാണ്. രുദ്രനായ ആ ഒന്ന് നിരാകാരമാണ്. പിന്നെ സാകാരമായ ലക്ഷ്മി നാരായണൻ്റെയും മാലയുണ്ട്. ബ്രാഹ്മണരുടെ മാല ഇപ്പോൾ തയ്യാറാകുന്നില്ല. അന്തിമത്തിൽ ബ്രാഹ്മണരായ നിങ്ങളുടെ മാലയും തയ്യാറാകുന്നു. ഈ കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യോത്തരം നടത്തേണ്ട ആവശ്യമില്ല. മുഖ്യമായ കാര്യമാണ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഈ നിശ്ചയം ഉറച്ചതായിരിക്കണം. മുഖ്യമായ കാര്യമാണ് പതീതരെ പാവനമാക്കുക എന്നത്. മുഴുവൻ ലോകവും പതീതമാണ്, പിന്നെ പാവനം ആകേണ്ടതുണ്ട്. മൂലവതനത്തിലും എല്ലാവരും പാവനമാണ്. അപ്പോൾ സുഖധാമത്തിലും എല്ലാവരും പാവനമാണ്. നിങ്ങൾ പാവനമായി പാവന ലോകത്തിലേക്ക് പോകുന്നു. അതിനർത്ഥം ഇപ്പോൾ പാവന ലോകം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ബാബ പറയുന്നു, മുഴുവൻ ദിവസത്തെയും കണക്ക് നോക്കൂ. ഏതെങ്കിലും തെറ്റുണ്ടായില്ലല്ലോ. വ്യാപാരികൾ കണക്ക് സൂക്ഷിക്കുന്നു. ഇതും സമ്പാദ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും വ്യാപാരിയാണ്. ബാബയുമായി വ്യാപാരം ചെയ്യുന്നു. തൻ്റെ പരിശോധന നടത്തണം. നമ്മളിൽ എത്ര ദൈവിക ഗുണമുണ്ട്, എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നു, നമ്മൾ എത്രത്തോളം അശരീരിയായി മാറുന്നു. നമ്മൾ അശരീരി ആയി വന്നിരുന്നു, വീണ്ടും അശരീരിയായി പോകേണ്ടതുണ്ട്. ഇപ്പോൾ വരെയും എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇടയിൽ വച്ച് ഒരാൾക്ക് പോലും പോകേണ്ടതില്ല. പോകേണ്ടത് എല്ലാവർക്കും ഒരുമിച്ചാണ്. സൃഷ്ടി ശൂന്യമാകുന്നില്ല. രാമനും പോയി രാവണനും പോയി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2 പേരുമുണ്ട്. രാവണ സമ്പ്രദായം പോകുന്നു, പിന്നെ മടങ്ങി വരുന്നില്ല. ബാക്കി ഇത് അവശേഷിക്കുന്നു. മുന്നോട്ട് പോകവേ ഇതിൻ്റെയും സാക്ഷാത്കാരമെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് അറിയേണ്ടതുണ്ട്. പുതിയ ലോകം എങ്ങനെ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു, അവസാനം എന്ത് സംഭവിക്കും. പിന്നീട് കേവലം നമ്മുടെ മാത്രം ധർമ്മം അവശേഷിക്കും. സത്യയുഗത്തിൽ നിങ്ങൾ രാജ്യം ഭരിക്കും. കലിയുഗം ഇല്ലാതായി പോകും. വീണ്ടും സത്യയുഗം വരേണ്ടതുണ്ട്. ഇപ്പോൾ രാവണ സമ്പ്രദായവും രാമസമ്പ്രദായവും രണ്ടുമുണ്ട്. സംഗമയുഗത്തിൽ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം അറിയുന്നു.
ബാബ പറയുന്നു, ബാക്കി എന്തെല്ലാം രഹസ്യമുണ്ടോ അത് മുന്നോട്ട് പോകവേ പതുക്കെ പതുക്കെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കും. എന്താണോ റെക്കോർഡിൽ അടങ്ങിയിട്ടുള്ളത് അത് വെളിവായിക്കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഇൻ അഡ്വാൻസ് ഒന്നും തന്നെ പറഞ്ഞു തരില്ല. ഇതും ഡ്രാമയുടെ പ്ലാനാണ്. റെക്കോർഡ് വെളിവായിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളുടെയും അറിവ് വർദ്ധിച്ചു വരുന്നു. ഏതുപോലെ റെക്കോർഡ് പ്ലേ ആയിക്കൊണ്ടിരിക്കുമോ അതേപോലെ ബാബയുടെ മുരളി നടന്നുകൊണ്ടിരിക്കും. ഡ്രാമയുടെ രഹസ്യം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. റെക്കോർഡിൽ നിന്നും സൂചി ഉയർത്തി ഇടയിൽ വയ്ക്കാൻ സാധിക്കുകയും അപ്പോൾ അത് റിപ്പീറ്റ് ആവുകയും ചെയ്യും എന്നല്ല. അങ്ങനെയല്ല, വീണ്ടും അത് തന്നെയായിരിക്കും റിപ്പീറ്റ് ആകുന്നത്. പുതിയ കാര്യമല്ല. ബാബയുടെ അടുക്കൽ ഏതെല്ലാം പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നോ അത് റിപ്പീറ്റ് ആകും. നിങ്ങൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയെല്ലാം ഗുപ്തമാണ്. ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ മാലയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകം പ്രത്യേകം പോയി രാജ്യത്തിൽ നിങ്ങൾ ജന്മമെടുക്കും. രാജാവും റാണിയും പ്രജയും എല്ലാം വേണം. ഇതിലെല്ലാം ബുദ്ധിയെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരും. പ്രാക്ടിക്കലിൽ എന്തുണ്ടാകുമോ അത് കണ്ടുകൊണ്ടിരിക്കും. ആര് ഇവിടെ നിന്നും പോകുന്നോ അവർ നല്ല ധനികരുടെ വീട്ടിൽ പോയി ജന്മമെടുക്കും. ഇപ്പോഴും അവിടെ നിങ്ങളുടെ വളരെയധികം സൽക്കാരം ഉണ്ടാകുന്നു. ഈ സമയത്തും രത്നങ്ങൾ പതിപ്പിച്ച വസ്തുക്കൾ എല്ലാവരുടെയും അടുക്കലുണ്ട്. എന്നാൽ അവരിൽ ഇത്രയും പവർ ഇല്ല. പവർ നിങ്ങളിലാണുള്ളത്. നിങ്ങൾ എവിടെ പോകുമോ അവിടെ തൻ്റെ ഷോ ചെയ്യും. നിങ്ങൾ ഉയർന്നവരാകുന്നു. അപ്പോൾ നിങ്ങൾ പോയി അവിടെ ദൈവിക ചരിത്രം കാണിക്കും. ആസുരീയ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കും, മലിനവുമായിരിക്കും. നിങ്ങളാണെങ്കിൽ വളരെ നിയമാനുസൃതം പാലിക്കപ്പെടും. മാലിന്യത്തിൻ്റെ മറ്റും കാര്യമില്ല. ഇക്കാലത്തെ കുട്ടികൾ മലിനമായി മാറുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാവുക സാധ്യമല്ല. ഏതായാലും ഹെവൻ ആണല്ലോ. അവിടെ ചന്ദനത്തിരി കത്തിക്കൂ എന്ന് പറയാൻ തക്കവണ്ണം ദുർഗന്ധം വരുന്നില്ല. പൂന്തോട്ടങ്ങളിൽ വളരെയധികം സുഗന്ധ പുഷ്പങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെയുള്ള പുഷ്പങ്ങളിൽ ഇത്രയും സുഗന്ധമില്ല. അവിടെയാണെങ്കിൽ ഓരോ വസ്തുവിലും 100% സുഗന്ധം ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ 1% പോലുമില്ല. അവിടെയാണെങ്കിൽ പുഷ്പവും മറ്റും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഇവിടെ ആര് എത്ര തന്നെ ധനികൻ ആയിരുന്നാലും ഇത്രയും ആയിരിക്കില്ല. അവിടെയാണെങ്കിൽ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകും. പാത്രങ്ങൾ എല്ലാം സ്വർണത്തിൻ്റേതായിരിക്കും. ഇവിടെയുള്ള കല്ലുകൾ പോലെ അവിടെ സ്വർണം തന്നെ സ്വർണമായിരിക്കും. മണലിലും സ്വർണമുണ്ടായിരിക്കും. ചിന്തിക്കൂ, എത്ര സ്വർണമുണ്ടായിരിക്കും. അതിലൂടെ കെട്ടിടങ്ങളും മറ്റും ഉണ്ടാക്കപ്പെടും. അവിടെയുള്ള കാലാവസ്ഥ അങ്ങനെയായിരിക്കും. തണുപ്പുമല്ല ചൂടുമല്ല. അവിടെ ഫാൻ പ്രവർത്തിപ്പിക്കേണ്ടി വരും വിധം ചൂടിൻ്റെ ദുഃഖമില്ല. അതിൻ്റെ നാമം തന്നെ സ്വർഗം എന്നാണ്. അവിടെ അപാര സുഖം ഉണ്ടായിരിക്കും. നിങ്ങളെപ്പോലെ പദമാപദം ഭാഗ്യശാലി ആരും ആകുന്നതേയില്ല. ലക്ഷ്മി നാരായണൻ്റെ എത്ര മഹിമ പാടുന്നു. അവരെ ആരാണോ ഇങ്ങനെ ആക്കുന്നത് ആ ഒന്നിൻ്റെ എത്ര മഹിമ വേണ്ടതാണ്. ആദ്യം ഉണ്ടാകുന്നത് അവ്യഭിചാരി ഭക്തിയാണ്. പിന്നെ ദേവതമാരുടെ ഭക്തി ആരംഭിക്കുന്നു. അതിനെയും ഭൂതപൂജ എന്ന് പറയും. ശരീരമാണെങ്കിൽ അതല്ല, 5 തത്വങ്ങളുടെ പൂജ നടക്കുന്നു. ശിവ് ബാബയുടെ കാര്യത്തിൽ ഇങ്ങനെ പറയില്ല. പൂജ ചെയ്യുന്നതിനായി ഏതെങ്കിലും വസ്തുവിൻ്റെയോ സ്വർണത്തിൻ്റെയോ ഉണ്ടാക്കുന്നു. ആത്മാവിനെ സ്വർണം എന്നൊന്നും പറയില്ല. ആത്മാവ് ഏത് വസ്തുവാൽ ഉണ്ടാക്കപ്പെട്ടതാണ്? ശിവൻ്റെ ചിത്രം ഏത് വസ്തുവാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്നത് പെട്ടെന്ന് പറയും. എന്നാൽ ആത്മാവും പരമാത്മാവും ഏത് വസ്തുവാൽ ഉണ്ടാക്കപ്പെട്ടതാണ്? ഇത് ആർക്കും പറയാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ 5 തത്വവും ശുദ്ധമായിരിക്കും. ഇവിടെ അശുദ്ധമാണ്. പുരുഷാർത്ഥികളായ കുട്ടികൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ബാബ പറയുന്നു, ഈ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കൂ. എന്ത് നടക്കണമോ അത് നടക്കും. ആദ്യം ബാബയെ ഓർമ്മിക്കൂ.
4 ഭാഗത്തു നിന്നും ബുദ്ധിയെ മാറ്റി എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ വികർമ്മം വിനാശമാകും. എന്തെല്ലാം കേൾക്കുന്നുവോ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു കാര്യം ഉറപ്പിക്കൂ, നമുക്ക് സതോ പ്രധാനം ആകേണ്ടതുണ്ട്. പിന്നെ സത്യയുഗത്തിൽ കൽപ്പകൽപ്പങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ അത് തന്നെ സംഭവിക്കും. അതിൽ വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് പ്രയത്നം. അത് പൂർണ്ണമായും ചെയ്യൂ. കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ജന്മജന്മാന്തരങ്ങളിൽ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം മുന്നിൽ വരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ബുദ്ധിയെ മാറ്റി അന്തർമുഖിയായി എന്നെ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. കുട്ടികളായി നിങ്ങൾക്ക് സ്മൃതി വന്നു, അതും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച്. സർവീസിലൂടെയും അറിയാൻ കഴിയുന്നു. സർവീസ് ചെയ്യുന്നവർക്ക് സർവീസിൻ്റെ സന്തോഷമുണ്ടായിരിക്കും. ആര് നന്നായി സർവീസ് ചെയ്യുന്നുവോ അവരുടെ സർവീസിൻ്റെ തെളിവും ലഭിക്കുന്നു, വഴികാട്ടിയായി വരുന്നു. ആരാണ് മഹാരഥി, കുതിരസവാരി, കാലാൾ? അത് പെട്ടെന്ന് അറിയാൻ കഴിയുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ബുദ്ധിയെ 4 ഭാഗത്തു നിന്നും മാറ്റി സതോ പ്രധാനം ആകുന്നതിനായി അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ബുദ്ധിയിൽ നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരണം. നമ്മുടെ രാജ്യമായ സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും അത് ചിന്തിച്ച് സ്വയം തന്നെ അതേപോലെ യോഗ്യവും സ്വഭാവ ഗുണമുള്ളവരും ആക്കണം. ഇവിടെ നിന്നും ബുദ്ധിയെ മാറ്റണം. വരദാനം: സേവനത്തിലൂടെ ഫലം പ്രാപ്തമാക്കുന്നവരും സർവ പരിധിയുള്ള ആഗ്രഹങ്ങൾക്കും ഉപരിയായി സദാ സമ്പന്നവും സമാനവുമായി ഭവിക്കട്ടെ. സേവനത്തിൻ്റെ അർത്ഥമാണ് ഫലം നൽകുന്ന ഒന്ന്. അഥവാ ഏതെങ്കിലും സേവനം അസന്തുഷ്ടമാക്കിയെങ്കിൽ ആ സേവനം സേവനമല്ല. ഇങ്ങനെയുള്ള സേവനം ഉപേക്ഷിച്ചുകൊള്ളൂ. എന്നാൽ സന്തുഷ്ടത ഉപേക്ഷിക്കരുത്. ഏതുപോലെ ശരീരത്തിൻ്റെ തൃപ്തിയുള്ളവർ സദാ സന്തുഷ്ടമായിരിക്കുന്നു, അതേപോലെ മനസ്സിൻ്റെ തൃപ്തിയുള്ളവരും സന്തുഷ്ടമായിരിക്കും. സന്തുഷ്ടത തൃപ്തിയുടെ അടയാളമാണ്. തൃപ്ത ആത്മാവിൽ ഏതെങ്കിലും പരിധിയുള്ള ഇച്ഛയുടെയോ മാന്യതയുടെയോ അന്തസ്സിൻ്റെയോ സൗകര്യത്തിൻ്റെയോ സാധനത്തിൻ്റെയോ വിശപ്പ് അഥവാ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അവർ പരിധിയുള്ള സർവ ആഗ്രഹങ്ങൾക്കും ഉപരി സദാ സമ്പന്നവും സമാനവും ആയിരിക്കും. സ്ലോഗൻ: സത്യമായ മനസ്സോടെ നിസ്വാർത്ഥ സേവനത്തിൽ മുന്നോട്ട് പോവുക എന്നാൽ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെടുക എന്നർത്ഥം. ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ
അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യപ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.